എൻ്റെ പേര് ഷിജിന ആർ. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ടോപ്പിക് പ്രൊപ്പഗേഷൻ ടെക്നിക് ഇൻ മാംഗോ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സയൻറ്റിഫിക് നെയിം മാഞ്ചിഫെറ ഇൻഡിക്ക. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് പ്രൊപ്പഗേഷനെ പറ്റിയാണ്. പ്രധാനമായും മാവിൽ 2 തരത്തിലുള്ള പ്രൊപ്പഗേഷനാണുള്ളത്. സെക്ഷൽ പ്രൊപ്പഗേഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. അതിൽ സെക്ഷൽ പ്രൊപ്പഗേഷൻ പറയുവാണെങ്കിൽ സീഡ് പ്രൊപ്പഗേഷനാണുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ മാങ്ങയുടെ വിത്തിട്ട് മുളപ്പിക്കുന്നതാണ്. എന്നാൽ കൂടുതൽ ഇനങ്ങളിലും മോണോ എംബ്രിയോയാണ് കാണപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മൂവാണ്ടൻ മാവിലാണെങ്കിൽ പോളി എംബ്രിയോയും മോണോ എംബ്രിയോയും കാണപ്പെടുന്നു. പോളി എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഒരു വിത്തിൽ നിന്ന് തന്നെ 3-4 തൈകൾ മുളയ്ക്കുന്നതിനെയാണ്. ഇങ്ങനെ മുളയ്ക്കുന്ന തൈകൾ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ കാണപ്പെടുന്നു. ഇത് പിന്നീട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടതില്ല. മോണോ എംബ്രിയോ എന്ന് പറയുന്നത് ഒരു വിത്തിൽ നിന്ന് ഒരു തൈ മാത്രമേ മുളയ്ക്കുന്നതാണ്. ഇത് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. അതിനാൽ ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഇവ പൊതുവെ 6 തരത്തിലുണ്ട്. സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ഓർ എപ്പികോട്ടൽ ഗ്രാഫ്റ്റിംഗ്, സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ്, വിനി ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, എയർ ലെയറിംഗ്, ബഡ്ഡിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ലതും സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്. ഇതിനായി 7 ദിവസം പ്രായമായ റൂട്ട് സ്റ്റോക്കിൻ്റെ എപ്പിക്കോട്ടൽ റീജിയനിൽ സ്റ്റോൺ അഥവാ മാങ്ങയുടെ വിത്ത് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ളതും 10-15 ദിവസം മുമ്പ് പ്രീക്വയർ ചെയ്ത് നിർത്തിയ നല്ല ഗുണമുള്ള മാവിൽ നിന്നും ശേഖരിച്ച കമ്പുകൾ സയോണായി ഉപയോഗിക്കാം. ഏകദേശം 15 സെൻറ്റിമീറ്റർ നീളം വേണം സയോണിന്. ഇനി അടുത്തതായിട്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന രീതി. റൂട്ട് സ്റ്റോക്കായ തൈകൾ 35 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് മുറിച്ച് കളഞ്ഞ് അവിടെ 2.5 സെൻറ്റിമീറ്റർ നീളത്തിൽ പിളർക്കുക. ഈ വിടവിലേക്ക് 2 വശവും ചെത്തി ഒരുക്കിയ സയോൺ കയറ്റി വെക്കുക. 1/2 സെൻറ്റിമീറ്റർ വീതിയിലുള്ള പോളി എഥിലീൻ കവർ കൊണ്ട് മുറുക്കി കെട്ടുക. ഗ്രാഫ്റ്റിംഗ് യോജിക്കാൻ വേണ്ടി മിക്സ് ചേമ്പറിലേക്ക് മാറ്റുക. ഫംഗസ് ബാധിതയേറ്റ് ചെയ്യാതിരിക്കാൻ ഏതെങ്കിലും ഫംഗിസൈഡ് അടിക്കുക. സ്റ്റോൺ ഗ്രാഫ്റ്റിങ്ങിലും സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിങ്ങിലും ചെയ്യണ ടെക്നിക്ക് ഒരുപോലെ തന്നെയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് പറ്റുന്ന ഒരു മരം കൂടിയാണ് മാവ്. റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത് 1 വർഷത്തിൽ പ്രായമുള്ളതും പെൻസിൽ വണ്ണമുള്ളതുമായ തൈകളാണ്. സയോണായി 1 വർഷത്തിൽ താഴെ പ്രായമുള്ള റൂട്ട് സ്റ്റോക്കിൻ്റെ അത്രയും തന്നെ വണ്ണമുള്ളതുമായ കമ്പുകൾ തിരഞ്ഞെടുക്കുക. റൂട്ട് സ്റ്റോക്കിൻ്റെ ചുവട്ടിൽ നിന്നും 10 സെൻറ്റിമീറ്ററിനുള്ളിൽ 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ തൊലി അല്പം തടിയോടുകൂടി ചെത്തി എടുക്കുക. മുറിപ്പാടുകൾ സ്പർശിക്കാതെ കഴിവതും വൃത്തിയായി സൂക്ഷിക്കുക. ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിക്കുക. 2 മുറിപ്പാടുകൾ മുറിവ് കാണാത്ത വിധം ചേർത്ത് വയ്ക്കുക. നൂലുപയോഗിച്ച് തണ്ടുകൾ രണ്ടും ബലമായി വലിച്ചു കെട്ടുക. 2 മാസം എടുക്കണം തമ്മിൽ ചേരാൻ. 2 മാസം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴയുള്ള ടൈമിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണെങ്കിൽ പറ്റിയ സമയമാണ്. അടുത്തത് എയർ ലെയറിംഗ്. ഒരു മാവിൻ്റെ എല്ലാ വർഷവും കായ്ക്കുന്ന കൊമ്പ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം കമ്പിൻ്റെ ചുറ്റുഭാഗത്തുള്ള തൊലി 2 മുതൽ 3 സെൻറ്റിമീറ്റർ വീതിയിൽ റൗണ്ട് രൂപത്തിൽ നീക്കം ചെയ്യുക. തൊലി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയായി മാറ്റിയെടുക്കണം. ആവശ്യമെങ്കിൽ ഈ ഭാഗത്ത് വേര് പിടിക്കാൻ സഹായകരമായ IBA അല്ലെങ്കിൽ NNA ഹോർമോൺ പുരട്ടുക. മേൽമണ്ണും അഴുകിയ പൊടിഞ്ഞ ചാണകവും ചേർത്ത് മിശ്രിതം നിറച്ച് പൊതിഞ്ഞ 200 ഗ്രാം കനമുള്ള ട്രാൻസ്പെറൻ്റായ പോളി എഥിലീൻ കവറിൻ്റെ നടുക്ക് കീറിയ ഭാഗം കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ മൊത്തമായി ചുറ്റി അറ്റം രണ്ടും മുറുക്കി കെട്ടിവെക്കുക. മിശ്രിതത്തിൽ നിന്നും വെള്ളം വാർന്നു വരാത്ത രീതിയിൽ മാത്രം ഈർപ്പം ഉണ്ടാകാൻ പാടുള്ളൂ. ട്രാൻസ്പെറൻ്റായ പോളി എഥിലീൻ ഷീറ്റ് ഉപയോഗിച്ച് പൊതിയുന്നത് മൂലം കാർബൺ ഡയോക്സൈഡും ഓക്സിജനും അകത്തേക്കും പുറത്തേക്കും കടന്നു പോകുന്നതും വേര് ഉത്ഭവിക്കുന്നതിനും കാണാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ ഭാഗത്ത് വെള്ളം കയറാതിരിക്കാനും ഇത് സഹായകരമാണ്. 4-8 ആഴ്ചകൾക്കുള്ളിൽ വേര് പിടിച്ചു വരുന്നതും കാണാം. ഇത് മാറ്റി നടാം. എയർ ലെയറിംഗ് ചെയ്ത മാവ് നേരിട്ട് കൊണ്ടുപോയി നടാൻ പാടില്ല. കാരണം എയർ ലെയറിംഗ് ചെയ്ത് മാവിന് തായ്വേരുണ്ടാവില്ല. കമ്പിൽ നിന്നും സൈഡിലോട്ടായിരിക്കും ഇതിൻ്റെ വേരുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രതിരോധശേഷി വളരെയധികം കുറവായിരിക്കും. മഴയോ കാറ്റോ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഗ്രാഫ്റ്റിങ്ങിലും എയർ ലെയറിങ്ങിലും വെച്ച് നോക്കുമ്പോൾ മാവിൽ ഗ്രാഫ്റ്റിംഗ് ആണ് നല്ലത്. കാരണം എയർ ലെയറിംഗ് ചെയ്ത മാവിനേക്കാൾ വളർച്ച കിട്ടുന്നതും ഗ്രാഫ്റ്റിംഗ് ചെയ്ത മാവിനാണ്. കാരണം അതിന് തായ്വേരുണ്ട്, നല്ല പ്രതിരോധശേഷിയുമുണ്ട്. താങ്ക് യു. ഞാനിന്ന് എടുക്കുവാൻ പോകുന്ന ടോപ്പിക് 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോസ് ആണ്.
ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാങ്ങ. പഴങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നു. സയൻറ്റിഫിക് നെയിം മാഞ്ചിഫെറ ഇൻഡിക്ക. ഫസ്റ്റ് വൺ അൽഫോൺസോ. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഒരിനമാണ് അൽഫോൺസോ. മാങ്ങകളിലെ കിങ് എന്നറിയപ്പെടുന്നു. നല്ല സ്വാദ്, സമൃദ്ധമായ വിളവ്, നല്ല സൂക്ഷിപ്പ് ഗുണം എന്നിവയെല്ലാം കൂടിച്ചേർന്ന അപൂർവം ഇനങ്ങളിലൊന്നാണ്. ഇടത്തരം വലിപ്പവും ഫലങ്ങൾക്ക് അതിമധുരവും ഉള്ള ഇനമാണ്. 3 ആഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും. അടുത്തത് ചന്ദ്രക്കാരൻ. കേരളത്തിലെ ബഹുഫ്രൂണിമാവ് ഇനത്തിൽപ്പെട്ട ഒന്ന്. കുലകുലയായി കായ്കൾ സമൃദ്ധിയായി ഉണ്ടാവുന്നു. പൾപ്പ് ധാരാളമായി കാണപ്പെടുന്ന ഇനമാണ്. ലാംഗ്ര. ഏറ്റവുമധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം മാങ്ങയാണിത്. ഇടത്തരം വലിപ്പമുള്ള ഓവേറ്റ് ആകൃതി ഉള്ളതാണ് ഫലം. തൊലി ഇടത്തരം കട്ടിയുള്ളതും ഹരിത നിറം വിട്ടുമാറാത്തതുമാണ്. നാരുകൾ കാണപ്പെടുന്നില്ല. അല്പം അമ്ലാംശമുള്ള മധുരമാണ് രുചിയിൽ. മെയ് മുതൽ ജൂലൈ വരെയാണ് കായ്ക്കുന്നത്. അടുത്തത് മൽഗോവ. വലിപ്പത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മൽഗോവ മാമ്പഴം കൂടുതൽ സ്വാദും മധുരവും നൽകുന്നു. മാംഗോ ഷേക്ക് ഉണ്ടാക്കുവാൻ ഉത്തമമാണ്. പ്രിയൂർ. പേരയ്ക്കാമാവ് എന്നും അറിയപ്പെടുന്നു. വളരെയധികം ടേസ്റ്റും സ്മെല്ലും ഉള്ള ഒരിനമാണ്. 400 മുതൽ 450 ഗ്രാം വരെ വലിപ്പം വയ്ക്കും. വിത്ത് വഴി മാതൃഗുണം കിട്ടുന്ന ഒരിനമാണ്. കാലപ്പാടി. നിറയെ കായ്ഫലം തരുന്നതും അധികം പടർന്നു പന്തലിക്കാത്തതുമായ ഇനമാണ്. ഇടത്തരം വലിപ്പമുള്ള മാമ്പഴമാണ്. നാര് കുറവാണ്. ഇതിൻ്റെ പൾപ്പ് മഞ്ഞയും ഓറഞ്ചും കലർന്നതാണ്. പുറംതൊലി വളരെ കട്ടിയുള്ളതാണ്. അധികം വലിപ്പം വയ്ക്കാത്ത ഇനമായതിനാൽ തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായി കൃഷി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നീലം. തെക്കേ ഇന്ത്യയിലെ സുപ്രധാനമായ വാണിജ്യ ഇനമാണ് നീലം. വരണ്ട കാലാവസ്ഥയിൽ നന്നായി വളരുന്നു. സൂക്ഷിപ്പ് ഗുണം ഉള്ളതാകിയാൽ കയറ്റുമതിക്ക് സാധ്യതയുണ്ട്. എന്നാൽ പഴത്തിന് മറ്റു മാങ്ങകളേക്കാൾ ഗുണം കുറവാണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് കായ്ക്കുന്നത്. അടുത്തത് കേസർ. ഗുജറാത്തിൽ നിന്നുള്ള ഇനമാണിത്. പച്ചയായിരിക്കുമ്പോൾ തന്നെ ജ്യൂസ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. നീളം കുറഞ്ഞ് ഉരുണ്ട ആകൃതിയിലുള്ള മാങ്ങകളാണ്. സിന്ദൂരം. 250 മുതൽ 300 ഗ്രാം വരെ തൂക്കം വയ്ക്കുന്നു. ഫലത്തിൻ്റെ പുറംഭാഗം യെല്ലോ ആൻഡ് റെഡ് കളറിൽ കാണപ്പെടുന്നു. കൂടുതൽ മധുരം ഉള്ള ഇനമായതിനാൽ ജ്യൂസ് ഉണ്ടാക്കുവാൻ വളരെ ഉത്തമമാണ്. അടുത്തത് റാസ്പുരി. ഓവലാകൃതിയിൽ മഞ്ഞയും ചുവപ്പും കലർന്നവയാണ് റാസ്പുരി മാങ്ങകൾ. ഇവ ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. കൾട്ടർ ആപ്ലിക്കേഷൻ ഇൻ മാംഗോ ഫോർ ഫ്ലവറിംഗ്. അതായത് മാവ് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പ്രധാനമായി ചെയ്യുന്നതാണ് കൾട്ടറും മോതിരവളയവും. ആദ്യം കൾട്ടറിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേശീയ ഫലവൃക്ഷമാണ് മാവ്. മാഞ്ചിഫെറ ഇൻഡിക്കയാണ് മാവിൻ്റെ സയൻറ്റിഫിക് നെയിം എന്നൊക്കെ. കർഷകർ കൾട്ടർ ഉപയോഗിക്കുന്നത് പാബ്ലോ ബ്യൂട്രസോൾ എന്ന രാസവസ്തുവാണ് കൾട്ടറിൻ്റെ മുഖ്യ ഘടകം. ഇതൊരു കുമിൾനാശിനിയാണ്. എന്നാൽ അതിനൊരു പ്ലാന്റ് ഗ്രോത്ത് റീട്ടാർഡിൻ്റെ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് മാവ് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കൾട്ടർ ഉപയോഗിച്ച് വരുന്നത്. ഇത് ഒരു 10 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവുകളിലാണ് കൾട്ടർ ഉപയോഗിക്കുന്നത്. ഇത് ഒരു മാവിന് 20 മില്ലി കൾട്ടർ 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് ലായനി തയ്യാറാക്കുന്നത്. ആദ്യം ഒരു ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് 20 മില്ലി കൾട്ടർ അളന്നൊഴിക്കണം. ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒഴിക്കും നന്നായി. ഇതിനു ശേഷമാണ്
കലക്കി വെച്ചിരിക്കുന്ന കൾട്ടർ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം മാവിന് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ നന്നായി നീക്കം ചെയ്യണം. അതിനുശേഷം മാവിൻ്റെ കടഭാഗത്തു നിന്നും 2 അടി അകലത്തിൽ ചുറ്റും 1/2 അടി ആഴമുള്ള ചാലെടുക്കണം. അതിനുശേഷം ഈ ചാലിൽ മാവിൻ്റെ 4 ഭാഗത്തായി കുറച്ചും കൂടി ആഴത്തിലുള്ള കുഴികൾ എടുക്കണം. അതിനുശേഷം ഈ ചാലിൽ തന്നെ അവിടെയായി അവിടെ ഒരു പാര ഉപയോഗിച്ച് ഒരു 8-10 ചെറിയ കുഴികൾ എടുക്കണം. ഇതിനു ശേഷം കൾട്ടർ ലായനി എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കണം. ഇതിനു ശേഷം കുഴികൾ മണ്ണിട്ട് മൂടാം. ഒരു 2-3 മാസത്തിനുള്ളിൽ മാവ് പൂത്തു തുടങ്ങും. സാധാരണയായി മാവ് പൂക്കുന്നത് നവംബർ-ഡിസംബർ മാസത്തിലാണ്. അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ കൾട്ടർ ലായനി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ കൾട്ടർ 100% സക്സസ് ആയ ഇതാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ കർഷകരുടെ ഇടയിൽ 90% കർഷകരും ഇത് കൾട്ടർ ഉപയോഗിക്കുന്നുണ്ട്. 10% പേരെ ഉപയോഗിക്കാതെയുള്ളൂ. ഇത് 1 ലിറ്റർ കൾട്ടറിന് 8,000 രൂപയാണ് വില മാർക്കറ്റിലൊക്കെ. ഇത് എല്ലാ സെപ്റ്റംബർ മാസത്തിലും കൾട്ടർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാവ് പൂക്കാനും കായ്ക്കാനും നന്നായി സഹായിക്കും. കൾട്ടർ ആപ്ലിക്കേഷന് ശേഷം മഴയില്ലെങ്കിൽ ചെറിയ തോതിൽ ജലസേചനം അത്യാവശ്യമാണ്. റിങ്ങിങ്, അതായത് മോതിരവളയം, അരഞ്ഞാണം എന്നൊക്കെ പറയും. ഇതും ഈ പറഞ്ഞ പോലെ മാവ് പുഷ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് കൾട്ടർ വരുന്നതിന് മുമ്പ് കർഷകർ ചെയ്തുകൊണ്ടിരുന്നതാണ് മോതിരവളയം. ഈ മോതിരവളയം നമുക്ക് മാവിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഏത് മരത്തിലും ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ ഏതൊരു മരത്തിൻ്റെ തൈ നട്ടുപിടിപ്പിച്ചാലും അത് കുറച്ച് പൊക്കം വരെ ഒറ്റ കമ്പിലായിരിക്കും പോകുന്നത്. അതായത് ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും തടി പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 2-3 ബ്രാഞ്ചസായി വളരും. അപ്പോൾ ഈ മോതിരവളയം ചെയ്യാൻ ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് നമ്മൾ ആ മാവിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ആ ബ്രാഞ്ചിൻ്റെ ചുറ്റും കത്തി കൊണ്ട് വരച്ച് മാർക്ക് ചെയ്യണം. ഒരു മോതിരം പോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഒരു 1-1.5-2 സെൻറ്റിമീറ്റർ താഴെ ഇപ്പോൾ ചെയ്ത പോലെ ഒന്നും കൂടെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഇതിന് ശേഷം നമ്മൾ 2 കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കുള്ള തൊലി ഇളക്കണം. തൊലി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മരത്തിൻ്റെ ഉൾത്തടിയിൽ കൊള്ളരുത്, എങ്കിൽ ആ ബ്രാഞ്ച് ഉണങ്ങിപ്പോവും. ഇതിപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്തതുകൊണ്ട് ഇതിപ്പോൾ ഉൾത്തടിയിൽ കൊള്ളുകയാണെങ്കിൽ ആ ബ്രാഞ്ച് മാത്രമേ ഉണങ്ങി പോകത്തുള്ളൂ, ആ ഒരു കൊണ്ട മാത്രമേ ഉണങ്ങത്തുള്ളൂ. ബാക്കി ആ മരത്തിൻ്റെ വേറെ ഭാഗങ്ങളൊന്നും ബാധിക്കില്ല. നിങ്ങളിത് മെയിൻ തടിയിൽ, അതായത് ഫസ്റ്റ് മെയിൻ തടിയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ മരം മൊത്തത്തിൽ വാടിപ്പോവും. അതായത് ചെയ്യുന്നത് സക്സസ് ആയില്ലെങ്കിൽ മാത്രം മൊത്തത്തിൽ ഉണങ്ങിപ്പോവും. ഇത് വളരെ സൂക്ഷ്മതയോടെ വേണം ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. മോതിരവളയം ചെയ്ത് ഒരു 8-10 മാസത്തിനകം ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ ആ തൊലി ഇളക്കിയ ബ്രാഞ്ചിൽ പുതിയ നല്ല തൊലി വളരുകയും മാവ് പൂക്കുകയും ചെയ്യും. അഥവാ ആ ബ്രാഞ്ച് ഉണങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മരത്തിൽ തൊലി കട്ട് ചെയ്തപ്പോൾ ഉൾത്തടിയിൽ പരിക്ക് പറ്റി എന്നതാണ്. നിങ്ങൾ ഇത് ചെയ്ത് നല്ല റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ മെയിൻ തടിയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മരത്തിൻ്റെ മെയിൻ തടിയിൽ ഇത് ചെയ്യേണ്ടത്. ആദ്യമായി ചെയ്യുന്നവർ ആ മരത്തിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് അതിൽ മോതിരവളയം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് കൾട്ടറും മോതിരവളയവും ചെയ്യേണ്ട രീതി. ഓക്കെ, താങ്ക് യു.